എടാ നിന്റെ ഗ്യാങ് ലീഡർ ബ്രൂസ് ഇവിടെ കാളപ്പാല് കുടിക്കുന്നത് അത് പിടിച്ചോണ്ട് പോ കേട്ടോ മൂഞ്ചല്ലോ. അവൻ പ്രൈവറ്റ് നമ്പർ ഉണ്ടാക്കാൻ നോക്കി കേട്ടാ. മറ്റേ കട്ട് ചെയ്ത് ഇത് ഇപ്പൊ അവൻ കട്ട് ചെയ്തോണ്ടിരിക്കുന്നളിയാ. കസേര താങ്ങിന്ന് വിളിച്ചാ മതി. കൊള്ളും കേട്ടാ കൊള്ളും, നല്ല കൊള്ളും. കട്ടാക്കി വരണ ഫീലായടേ. ഇവന് ഞാൻ അച്ഛനെ കൊണ്ട് വിളിപ്പിക്കൂ. ഇവൻ എന്നെ കട്ടാക്കി വരണടാ. ഇത്രക്ക് പേടിയാടേ, സംസാരിക്കാൻ വയ്യേ. ഇവനൊക്കെ വെടിവെക്കാൻ മാത്രമേ അറിയുള്ളൂ. ഇവർക്ക് തോക്കോണ്ട് സംസാരം, ഇവർക്ക് വായില്ല. അല്ലെ ഒരു 10-20 പേര് വേണം, മനസ്സിലായോ? നമുക്ക് ബാഡ്ജ് ഇടാൻ പറ്റുമോ? ഇല്ല വേണ്ട അത് ഇടാൻ പറ്റില്ല. 5 പേര് വേണം. അങ്ങനെയാണെങ്കിൽ ഒറ്റയ്ക്ക് സംസാരിക്കാനുള്ളവന്മാര് നമുക്ക് നമ്പർ അങ്ങ് കൊടുക്കായിരുന്നു. വിളിക്കാ നീയൊക്കെ. ഹലോ, ആ പറടാ മോനെ, പറയൂ. പറയാ. നീ തുടങ്ങിയിട്ട് ഞാൻ ബാക്കി തുടങ്ങാം. ഇല്ല ബ്രൂസ് ഇവിടെ പശുവിന്റെ അകിട് താങ്ങി നിക്കണ്ടേ, അകിടില് വായിട്ട് നിക്കണ്ടേ, പശുവിന്റെ അകിട് നീ വന്ന് പിടിച്ചോണ്ട് പോവാ. നീ വന്ന് പശുവിന്റെ അകിടിന്ന് വലിച്ചെടുത്തോണ്ട് പോ. എന്നാ മൂഞ്ചടാ അവൻ പ്രൈവറ്റ് നമ്പറിൽ നിന്ന് വിളിച്ചിട്ട് തുടങ്ങട്ടെ എന്ന് എന്നോട്. ഞാൻ പറഞ്ഞ തുടങ്ങാൻ. കട്ടാക്കിയല്ലേ? ഞാൻ വിളിച്ചിട്ടും കട്ടാക്കണവൻ. അമ്മാരെ പണ്ണി കേട്ടാ. ഇനി അവന്മാർക്ക് അടിക്കാനേ ഒരു വഴി വന്ന് ഇവിടെ ഞാൻ തോക്ക് പോലും എടുക്കാണ്ട് നിക്കും. എന്നെ അടിച്ചു കൊന്നോട്ട് പോകാൻ പറഞ്ഞു. അങ്ങനെ ഞാൻ സംസാരിക്കട്ടെ. ഇത്ര പേടി പീറ്ററിന്റെ ഇതാക്കിട്ടില്ല. എടാ പീറ്ററാണ് ആദ്യം വിളിച്ചു തുടങ്ങി. ഇപ്പൊ പീറ്ററിന്റെ ഒരു വിവരം പോലും ഇല്ല. ബാലാ എവിടെ നീ എവിടെ? ബോബോയുടെ എല്ലോ പേജാ അടുത്ത് വന്നവനെ ഞാൻ എടുക്കട്ടെ. പ്രൈവറ്റ് നമ്പർ ആണ്. ഹലോ, എടാ അകിടീന്ന് നിന്റെ ബ്രൂസിനെ എടുത്തോണ്ട് പോയോടാ. ഇല്ലെങ്കിൽ വാ. പീറ്ററെ ലൈവ് ആണെന്നില്ലടാ. എടാ നീ എന്ത് ഫ്രസ്ട്രേഷൻ ആവുമല്ലോ. ഫ്രസ്ട്രേറ്റഡ് ആവാതെ എടാ കുട്ടാ, ലൈവ് കാണാവുന്ന എടാ. നിന്നെ എത്ര നേരം കൊണ്ട് ഇടന്ന് വിളിക്കുക? പ്രൈവറ്റ് നമ്പറിൽ നിന്ന് വിളിക്കാണ്ട. പീറ്റർ ഒന്ന് എടുത്തായിരുന്നേ. പ്രൈവറ്റ് വേണ്ട. എന്റെ നമ്പറിൽ നിന്ന് ഞാൻ അവനെ വിളിക്കും. പ്രൈവറ്റ് വേണ്ട. ഇനി പ്രൈവറ്റ് വേണ്ട. അവന്മാരെ തൊലച്ച് രണ്ടേട്ടാ. എടാ SMGക്ക് ഇനി ഇപ്പൊ കൊണക്കണ്ട. SMGക്ക് ഇപ്പൊ മേളിലും കൊടക്കണ്ട. അളിയാ ഇതിലുള്ള നാളെ എടാ ശൈലജ റെഡ്ഡി എവിടാ? ഓർമ്മയുണ്ടോ ഇവനെ? ഓർമ്മയുണ്ടോ ബോബോയ്? ഇവനെ അന്ന് മറ്റേ സിറ്റിയിലെ തെറി വിളിച്ച് ഉറക്കിയത് ഓർമ്മയുണ്ടോടാ ബോബോയ്? പോയാ നീ? ബാലം പോയതാണോ കൊണ്ടുപോയതാണോ ആർക്കറിയാം. ഇല്ല സിറ്റി ഇല്ല. അഖിൽ മുഹമ്മദ് ബ്രോ അളിയാ ഈ സെയ്യ ഓർമ്മയുണ്ടോ? തന്നിട്ട് മറ്റേ അന്ന് മറ്റേ സിറ്റിയിലെ തല കളിച്ച് പണി വിട്ടെ അവനാണവൻ. ബെല്ലാരി സെയ്യില്ലേ അവൻ തന്നെ. അവൻ എനിക്ക് ഒന്നുകൂടെ വിളിക്കണമെന്നുണ്ടായിരുന്നു. അന്ന് ഞാൻ അറിഞ്ഞളിയാ. എന്നിട്ട് മറ്റേ ആളെ കൂട്ടിയ BC വന്നിട്ട് മറ്റേ ഇതാക്കാൻ നോക്കി. അന്ന് ഞാൻ എടുത്തിട്ട് അറിഞ്ഞു.
എടാ ഇവന്മാരുടെ ഗ്യാങ്ങില് പീറ്ററിനും വേറെ ഏതാ 66 എന്നുള്ളവനെ മണ്ണ. എടാ നട്ടലുള്ള നിങ്ങൾ രണ്ടുപേരും മാത്രമുള്ള, ബാക്കി എല്ലാരും പ്രൈവറ്റ് നമ്പർ തന്നെ മൂഞ്ചത്തുള്ളോ. എടാ നിങ്ങക്ക് നട്ടലല്ലേ, നട്ടലുള്ള നീ മാത്രമേ ഉള്ളോ. നീ പറഞ്ഞ എടാ നിനക്ക് സംസാരിക്കാൻ വയ്യേ? എടാ എടാ നിന്റെ ലീഡർ ബ്രൂസ് പോയി ആണാ നീ അണ്ണാ നിന്റെ ബ്രൂസിനെ വന്ന് അകിടിന്ന് വലിച്ചെടുത്തോണ്ട് പോയിട്ട് സംസാരിക്കാ പോടാ മൂഞ്ചാൻ. വാസുവിന്റെ അതെ കൊട്ടാന്നല്ല പറഞ്ഞോടാ. കൊട്ടാന്ന് പറഞ്ഞപ്പോ ഞാൻ കട്ടാക്കി. എടാ കൊട്ടാന്ന് പറഞ്ഞ അപ്പൊ ഒരു അഞ്ച് വലിച്ചോ കൊട്ട ബാനാ. അവൻ എവിടെ ഉണ്ടെന്ന് നമ്മുടെ ലൊക്കേഷൻ അവൻ അറിയാം. അവൻ താഴെ നിക്കണം. എന്റെ കൊട്ട എവിടെ? അളിയ കൊട്ടാസിനെ വിളിച്ചാല് അതിനെ കൊടുത്തോട്ടോ ഇൻവോളണ്ടറി എന്താ ഒരു വാക്ക് പറയല്ലോ. അല്ല അമ്മരെന്താ പറഞ്ഞ നിന്റെ ലൊക്കേഷൻ എവിടാന്ന് അറിയാന്നോ? ലൊക്കേഷൻ എവിടാന്ന് അല്ലല്ല ലൊക്കേഷൻ എവിടെയാ പറയാടാ. നിന്റെ ഡയലോഗ് അടിയൊക്കെ നിർത്താൻ. എടാ അപ്പൊ പറയണ്ടായിരുന്നു. നീയൊക്കെ കാണുന്നു ഒന്നും അറിയാത്തല്ല, നീ കാണുന്നുണ്ടല്ലോ പറയണ്ടായിരുന്നോ? അല്ല മുതുക്കി കാണുവാടാ അവന്മാര്, മുതുക്കി പോ. എടാ ഇവിടെ കൊട്ട വാനൊന്നുമില്ല, നമുക്ക് പറയാൻ എന്തിനാണ് ഇവിടെ വാൻ. എടാ നീയൊക്കെ മറ്റേ എടാ അവന്മാർക്ക് ഇപ്പൊ മറ്റേ ബാഡ്ജ് ഒന്നും ഇടണ്ട ചേട്ടാ. കിട്ടി 2-3 ഫോൺ വിളിയോടെ കൊട്ട മാക്സിമം വരെ അങ്ങനെ വിളിപ്പിച്ചോ. അപ്പം നല്ല രീതിയിൽ ബാറ്റ് മേടിച്ചോ. താങ്ങിയ അവന്മാർക്കല്ല കൊള്ളണ ഇതാണ്. കസേര താങ്ങിയ അവന്മാർക്കാ ഉള്ളത്. എടാ ഇവന്മാരൊന്നും എടുക്കണ്ടായോ കളിയാ? പീറ്ററിനെ മൂഞ്ചിച്ച് കിട്ടും, മനസ്സിലായാ? പീറ്ററിന് ജീവിതത്തിൽ ഫോൺ എടുക്കാത്ത കണക്കായി. എനിക്ക് 11 മണി കഴിഞ്ഞാൽ പീറ്ററിന് ഫോൺ എടുക്കാൻ പറ്റൂല. അച്ഛൻ ചന്തിക്ക് ചൂരല് വെച്ച് SMG ലീഡർ ബ്രേസറെ അങ്ങനെ ഇട്ടാ മതി അവനെ കേട്ടാ. അവനെ കിട്ടുമെന്ന് നോക്കട്ടെ. എന്താണ് അല്ല ബ്രേസറിന് എന്താണ് കുഴപ്പം? ഷട്ടി എന്ന് പറയുന്നത് ഷട്ടി എന്ന് പറയുന്നത് കുഴപ്പമില്ല, ബ്രേസർ എന്ന് പറഞ്ഞ കുഴപ്പമാണ്. ബോബ് ഇടക്കിടക്ക് ഇതുപോലെ പറഞ്ഞ കൊടുത്താൽ മതി കേട്ടാ. എന്നിട്ട് നമ്മളെല്ലാം കോപ്പി ഇട്ടാ അമ്മ എന്തെങ്കിലും പറഞ്ഞിട്ട് മൈൻഡ് ആക്കണ്ട. വേണ്ട കണ്ണ ആവില്ല. ബ്ലിസർ മതി. എന്താണ് ബ്രോ ബ്ലിസറിന് കിടുന്നതിന്റെ ആവശ്യം? ബ്രേസർ എന്നിട്ടാ എന്താണ് പ്രശ്നം? ബ്ലേസർ അല്ല ബ്രേസർ എന്നിട്ടാൽ എന്താണ് പ്രശ്നം? അല്ല ഇവിടെ ഷട്ടി എന്ന് പറയുന്നതിൽ പ്രശ്നമില്ല. ഇതാണ് പറഞ്ഞത്. എന്ത് ഇതെല്ലാം മനുഷ്യരെ തന്നെ ഇടുന്ന സാധനങ്ങളല്ലേ? SMG ബ്രേസർ എന്താണ് കുഴപ്പം? എന്താണ് ഗ്യാരേജ് അല്ലേ? എവിടെ പോണം? ഗ്യാങ് ഹൗസാ?